ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് ഹെയർ ആൻഡ് ബോൺ സ്റ്റിച്ചാണ്. അപ്പോൾ അതെല്ലാവരും ചെയ്ത് പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹെയർ ആൻഡ് ബോൺ സ്റ്റിച്ചിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാനിതിന് മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉള്ളവർ ആ വീഡിയോസ് ഒന്നുകൂടി കണ്ടു നോക്കാം കേട്ടോ. ഹെയർ ആൻഡ് ബോൺ സ്റ്റിച്ചും ചെയ്ത് പഠിച്ചു. നമ്മൾ അത് വെച്ചിട്ടൊരു മോട്ടീവും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത് ഹെറിംഗ് ബോൺ സ്റ്റിച്ചിൻ്റെ ഒരു വേരിയേഷൻ ആയിട്ടുള്ള ഡബിൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ചാണ്. സെയിം നമ്മൾ ഇതേപോലെ തന്നെയാണ് ഡബിൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ചും ചെയ്യുന്നത്. നമ്മളിതൊരു സിംഗിൾ കളർ ത്രെഡ് വെച്ച് ചെയ്തിട്ടുണ്ട്. ഡബിൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ആകുമ്പോൾ നമ്മൾ ഡബിൾ കളർ സ്റ്റിച്ച് വെച്ച് ചെയ്യണം. ഈ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മളിത് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ 2 ലൈന് വരച്ചു കൊടുക്കുക കേട്ടോ. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ലൈന് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 3 ലെയർ ത്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ആദ്യം നമ്മൾ ചെയ്യുന്നത് പോലെ നോർമൽ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചതാണ്. അതേപോലെ നമ്മൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് കളർ ത്രെഡ് എടുത്തിട്ടാണ് നമ്മൾ ബാക്കി ചെയ്തെടുക്കുന്നത്. നമ്മൾ സെക്കൻഡ് കളർ ത്രെഡ് യൂസ് ചെയ്യുമ്പം ആദ്യം ചെയ്തതിൻ്റെ താഴെ നിന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ നിന്നായിട്ട് തുടങ്ങുന്ന ഒരു രീതിയിലാണ് തുടങ്ങുന്നത്. നമ്മൾ ഓരോ സ്റ്റിച്ചിൻ്റെയും ഗ്യാപ്പിലേക്കാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ചെയ്ത ഓരോ സ്റ്റിച്ചിൻ്റെയും ഗ്യാപ്പിലേക്കാണ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. നമ്മൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ സെയിം തന്നെയാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് 2 കളർ ത്രെഡ് യൂസ് ചെയ്ത് ആദ്യം ചെയ്ത സ്റ്റിച്ചിൻ്റെ നടുവിലേക്ക് സെൻറ്റർ ഭാഗത്തേക്ക് നമ്മൾ സെയിം ഹെറിംഗ് ബോൺ സ്റ്റിച്ച് തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. ചെയ്യുന്നതിലും വേറെ മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ ആദ്യം ചെയ്ത 2 സ്റ്റിച്ചിൻ്റെയും നടുവിലേക്ക് നമ്മൾ ആ ഗ്യാപ്പിലാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഡബിൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് വരുന്നത്. നമുക്കിത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഡബിൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ഞാനിവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ബാക്ക് വരുന്നത്. ഈ ഒരു രീതിയിലാണ് ബാക്ക് പോർഷൻ വരുന്നത്. നമുക്കിനി ഈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്കൊരു മോട്ടീവ് കൂടി ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ചിത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്കിത് ഫ്രെയിമിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡബിൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രെയിമിൽ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞാനൊരു കളറാണ് എടുത്തിട്ടുള്ളത്. 3 ലെയർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ കളർ യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത കളർ യൂസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു ഭാഗത്തു നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഈ ഒരു ഭാഗം ഞാൻ ഇങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇതേപോലെ വലിയ ഗ്യാപ്പ് വരുന്ന ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെറിയൊരു ഭാഗം ഇങ്ങനെ ലൈന് വരച്ചു കൊടുത്തിട്ട് ആ ഭാഗം കംപ്ലീറ്റ് ആക്കിയാൽ മതി. കാരണം നമുക്ക് ഈ ഇത്രയും ഭാഗം നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു ഡിസൈനിൻ്റെ കറക്റ്റായിട്ട് ഞാനിവിടെ വരെ ഞാനൊരു ലൈന് വരച്ചു കൊടുത്തതാണ്. നിങ്ങൾ ചെയ്യുന്ന സമയത്തും ഇതേപോലുള്ള ഭാഗങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ ആ ചിത്രത്തിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അതിനൊരു ചെറിയ എന്തെങ്കിലും ഒരു ഭാഗം ഇങ്ങനെ ഇതേപോലെ ഒരു ഡിസൈനിൽ എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ ചെയ്തെടുക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതേപോലെ നമ്മൾ വരച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇതേപോലുള്ള ഭാഗങ്ങൾ ഇങ്ങനെ കംപ്ലീറ്റ് ആക്കി എടുക്കുമ്പോൾ നമുക്കതൊരു ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ രീതിയിലാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. നമ്മളിനി ഈ ഭാഗത്ത് ഇവിടെ ഫിനിഷ് ചെയ്തു. ഇത് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. നമ്മൾ ആ ഭാഗം കെട്ടിട്ട് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഈ ഭാഗത്തുനിന്ന് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടായിട്ട് വരില്ല. ഒരു രീതിയിൽ നമുക്കിവിടെ ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതേപോലുള്ള മോട്ടിഫുകളൊക്കെ ചെയ്യുന്ന സമയത്ത് വലിയ വലിയ ചിത്രങ്ങൾ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോഴേ ഉള്ളൂ നമുക്ക് ഇതേപോലുള്ള ഭാഗങ്ങളൊക്കെ വരുമ്പം അതെങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളതും ഈ സ്റ്റിച്ച് ഏത് രീതിയിൽ നമുക്ക് യൂസ് ചെയ്താലാണ് ആ പിക്ചർ ഭംഗി ഉണ്ടാവുക എന്നുള്ളതൊക്കെ അറിയാൻ പറ്റുക. ചെറിയ ചിത്രങ്ങളാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്ത് തീർന്നു പോവും. നമുക്കത് കൂടുതലായിട്ട് ഇതേപോലെ വരുന്ന ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യണം എന്നുള്ള ഐഡിയാസൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ വലിയ ചിത്രങ്ങളൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾ ഇതേപോലുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമെന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി വലിയ വലിയ ചിത്രങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോഴുള്ള നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയാസൊക്കെ വരാം. നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിങ്ങനെ ചെയ്താലായിരിക്കും കൂടുതൽ ഭംഗി, ആ ഒരു രീതിയിലായിരിക്കും നന്നായിട്ട് ഉണ്ടാവാന്നൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ പറയുന്നത്. നമ്മൾ ഈ ഭാഗം ചെയ്തു. ഇനി അതുപോലെ നമുക്ക് ഈ കംപ്ലീറ്റ് ആയിട്ട് ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സെയിം കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രെയിം മാറ്റിയിട്ട് വേണം ബാക്കി ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഈ ഭാഗങ്ങൾ ഡബിൾ കളർ ആക്കിയിട്ട് ഡബിൾ ഹെറിംഗ് ബോൺ ആക്കിയിട്ട് മാറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്രെയിം മാറ്റിയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗത്തു നിന്നാണ് കേട്ടോ നമ്മൾ തുടങ്ങുന്നത്. ചെറിയ ഭാഗങ്ങളാണ്. അപ്പോൾ അവിടേക്ക് ചെറിയ രീതിയിൽ നമ്മൾ ഈ സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നുണ്ട്. ഇത്രയും ഭാഗം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഭാഗം കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഫ്രെയിം ഒന്ന് മാറ്റിയിട്ടിട്ട് വേണം ഇനി ഈ ഭാഗം കൂടി കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ബാക്ക് സ്റ്റിച്ചോ അല്ലെങ്കിൽ സ്റ്റെം സ്റ്റിച്ചോ കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു ഭാഗം കൂടി നമുക്കിതുപോലെ ഡബിൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് വെച്ചിട്ട് കംപ്ലീറ്റ് ആക്കി എടുക്കാം.
അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ബോഡി പാർട്ടും ഈ ഒരു ഭാഗത്തും നമുക്ക് സ്റ്റെം സ്റ്റിച്ചോ അല്ലെങ്കിൽ ബാക്ക് സ്റ്റിച്ചോ കൊടുത്തിട്ട് കംപ്ലീറ്റ് ആക്കി എടുക്കാം കേട്ടോ. നമ്മുടെ മോട്ടിഫ് ഞാനിവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗങ്ങളിൽ മാത്രമാണ് ഞാൻ ഹെറിൻ ബോൺ സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗങ്ങളിലൊക്കെ സ്റ്റെം സ്റ്റിച്ചാണ് കൊടുത്തത്. ഇവിടെ ബാക്ക് സ്റ്റിച്ചും കൊടുത്ത് ഫില്ല് ചെയ്തതാണ്. ഈ ഒരു രീതിക്കാണ് നമ്മുടെ ഡബിൾ ഹെറിൻ ബോൺ സ്റ്റിച്ചിൻ്റെ മോട്ടിഫ് നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത്. നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് 4 സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നിങ്ങളുടെ റെക്കോർഡിലേക്ക് വെക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച സ്റ്റിച്ച് ഡബിൾ ഹെറിൻ ബോൺ ആണ്. എല്ലാവരും ചെയ്ത് പഠിക്കുക കേട്ടോ. എല്ലാവരും ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നല്ല നീറ്റായിട്ട് ചെയ്ത് പഠിക്കുക. ഇതേപോലുള്ള മോട്ടിഫുകളും കാര്യങ്ങളൊക്കെ ചെയ്യാം. മോട്ടിഫ് ചെയ്യുന്ന സമയത്ത് വലിയ വലിയ ചിത്രങ്ങൾ മോട്ടിഫായിട്ട് ചെയ്യാം. അപ്പോഴാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് നമുക്ക് നല്ല കംഫർട്ടായിട്ട് ചെയ്ത് പഠിക്കാനൊക്കെ പറ്റുക. നമുക്ക് ആ സ്റ്റിച്ച് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ളത് വലിയ വലിയ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. അതുകൊണ്ട് വലിയ വലിയ മോട്ടിഫുകൾ ചെയ്ത് പഠിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ നിങ്ങൾക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ഇഷ്ടമുള്ളവർക്കൊക്കെ നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുക. എന്തെങ്കിലും സജഷൻസോ കമൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ ഇതേപോലെ ചെയ്യുന്ന വർക്കോ കാര്യങ്ങളോ ഡൗട്ട് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ നിങ്ങൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ച് തന്നാൽ മതി. ഞാനത് നോക്കിയിട്ട് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ അതിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.